അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇത് എന്നെ സൃഷ്ടിച്ച പടച്ചോൻ്റെ വിധിയാണ്. അല്ല അതിനെക്കുറിച്ച് വിലക്കൊന്നും പറയാം. പടച്ചോൻ എന്ത് തീരുമാനിച്ചോ അത് നടപ്പിലാകുന്നു എന്നുള്ളതേ ഉള്ളൂ. പടച്ചോൻ്റെ വിധിയാണത്, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ്. അത് കൂടുതൽ ഒന്നും എൻ്റെ ചോദിക്കണം എനിക്ക് പറയാനുമില്ല. അത്രയേ ഉള്ളൂ. അതിന് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. അത്രയേ ഉള്ളൂ. ഉമ്മ കണ്ടിട്ട് എത്ര നാളായിരുന്നു? ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നേ ഉള്ളൂ. അല്ല, നേരത്തെ ഞാൻ 7 വർഷത്തോളം കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. അതെ, രണ്ടുപേരും. അതാ അങ്ങനെയാണല്ലോ. മാതാവും മകനുള്ള ബന്ധം എന്നുള്ളത് അങ്ങനെയാണ്. അത്രയും. ഇവിടെ എല്ലാവരും ചോദിക്കുമ്പോൾ നല്ലൊരു അഭിപ്രായം പറയുന്നത് നിങ്ങളുടെ കുടുംബത്തെ പറ്റി, ഉമ്മയെ പറ്റിയൊക്കെയാണ് നല്ലൊരു അഭിപ്രായം പറയുന്നത്. 95 വയസ്സും ആയ ഉമ്മ പള്ളിയിൽ പോകുന്ന കാര്യങ്ങളും മക്കളെ വളർത്തിയത് എല്ലാം കഷ്ടപ്പാടുന്ന ഇവരൊക്കെ വളരെ വിഷമിച്ചാ പറയുന്നത്. സങ്കടത്തോടു കൂടി കേൾക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെ കുറിച്ചൊരു സന്തോഷം തോന്നി. കടയുണ്ടായിരുന്നു നേരത്തെ ഇവിടെ ഉമ്മ വന്ന ഉമ്മ ഇവിടെ വരുവാന്ന്, ഒരു കടയിൽ വരുവാന്നൊക്കെ പറഞ്ഞിട്ട്. ഉമ്മ പറഞ്ഞ കട ഇത് തന്നെ, ഈ കട തന്നെ. അത് പക്ഷേ അങ്ങനെ പള്ളിയുടെ മുൻവശത്ത് അങ്ങനെ ഒരു ഇത് വന്നത് സാധാരണ ബാപ്പ പള്ളിയിലെ ജോലിക്കാരനാണ്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് 30 കൊല്ലം അല്ലേ? 40 കൊല്ലത്തോളം. 40 കൊല്ലത്താണ് ബാപ്പ ബാങ്ക് വിളിക്കുന്നത്. ഈ ഫ്രണ്ടിലാണ് ബാപ്പ അടക്കിയിരിക്കുന്നത്. അതൊക്കെ ഇവിടെ നാട്ടുകാർ പറഞ്ഞു. ബാപ്പ അടക്കിയിരിക്കുന്നു. മറ്റുള്ളവരെ പോലെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ അല്ലേ? മറ്റുള്ളവരെ പോലെ അപ്പുറത്തെ മോദിനാകൊണ്ട് അവിടെ സ്ഥലം കൊടുത്തു. പുള്ളിക്കാരി എന്താ പറയുന്നത്? വൈഫ് എന്താ പറയുക? അല്ല, ഒന്നും പറയുന്നില്ല. ഞാൻ അറിയിച്ചിട്ടില്ല. ഇപ്പൊ ഈ സംഭവം അറിയിച്ചിട്ടില്ല. ഒരു മാതാവിന്റെ നമ്മളെ ഒന്നും പറഞ്ഞൊരു കഥയില്ല. കാരണം അവനോടത് എന്താടാ നീ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കണമെന്ന് എനിക്ക് പറയുന്നത് ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അഫാൻ കുഞ്ഞായിരുന്നപ്പോ പുള്ളിക്കാരിയാ വളർത്തിയല്ലേ? ഉമ്മ വളർത്തിയ ഉമ്മയല്ലേ? ഇവിടെ നിന്നാ വളർന്നേ? ഓ, ഇവിടെ 5-6 വയസ്സ് ഇവിടെ ഉണ്ടായിരുന്നു. 5-6 വയസ്സ് ഇവിടെ നിന്നാ വളർന്നു. ആൾക്കാർ പറയുന്നത് അതുപോലെ പൊന്നുപോലെ നമ്മൾക്ക് അത് അല്ല. ഞാൻ നീ വളർന്നു അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പറയാനുള്ളത് പടച്ചോന്റെ വിധി അതായിരുന്നു. ഇല്ല, അവര് നമ്മൾ അറിയിക്കാത്ത ഞാൻ എന്തോ അന്വേഷിക്കാനാ? അല്ല, എന്നിട്ട് പറയുന്നത് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത്. ആ കാര്യം അറിയാൻ താല്പര്യമില്ല. ഞാനത് പറഞ്ഞ ഒരു മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇല്ലാത്തൊരവസ്ഥയിലാണ് പാവപ്പെട്ടത്. ഇപ്പോൾ ഒരുപാട് ബാധ്യത ഉണ്ട് ഇദ്ദേഹത്തിന്. അത് എന്തെങ്കിലും ആരെങ്കിലും ആ ബാധ്യതയോടെ തീർക്കാമെങ്കിൽ, പൊരുത്തത്തോടു കൂടി ആ ബാധ്യത തീർക്കാമെങ്കിൽ അദ്ദേഹം ഒരു മനസ്സിനുടമയായി നല്ലപോലെ ജീവിക്കാനുള്ള ഒരു ഇത് തോന്നും. ഇപ്പോഴേക്ക് മക്കൾ നഷ്ടപ്പെട്ട്, ഭാര്യയ്ക്കും മുറിവേറ്റ് ഒരവസ്ഥയിൽ പൈസയും നഷ്ടപ്പെട്ട് കടത്തിലാണ്. ഉമ്മ, 2 മക്കൾ എല്ലാം, വലിയ ചേട്ടൻ, ഭാര്യ എല്ലാം പോയ ഒരു അവസ്ഥ, മാനസികമായി ഒരവസ്ഥയാണ്. ഒരു ആൾക്കും ഇൻ്റർവ്യൂ കൊടുക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ കൂടെയാണ് പാവപ്പെട്ടോയി. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ മരിച്ചു പോയിന്നായിരുന്നു സത്യം പറഞ്ഞെങ്കിൽ. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കരുത്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെയെങ്കിലും നിന്ന് പറ്റിയത്. കാര്യം വേറെ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയ്ക്ക് താങ്ങി നിർത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. ഗൾഫിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട്, അവിടെയും കടമുണ്ട്. എന്തായാലും ഇവിടെ വന്ന് എല്ലാവരെയും കാണാനുള്ള, ഉമ്മയെ കാണാൻ പറ്റിയില്ല. കവറിൽ വന്ന് 7 വർഷമായി. സിയാറത്ത് ചെയ്യാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അത് പിന്നെ ഉടനെ തന്നെ കഴിയാൻ കഴിഞ്ഞു. അതും ഒരു പുണ്യമാണെന്ന് കണക്ക് കൂട്ടാം. എന്തായാലും നല്ലൊരു മനുഷ്യനെ കഴിയുന്നുള്ളവർ ഒന്ന് സഹായിച്ചാൽ അത്രയും നല്ലത്. കാര്യം ഇപ്പോൾ സാമ്പത്തികമായി കടത്തിലാണ്, മാനസികമായി വിഷമത്തിലുമാണ്. സമൂഹം ഒരു പിന്തുണ കൊടുത്താൽ അദ്ദേഹം പഴയ ജീവിതത്തിലേക്ക് കയറി വരും. നമ്മളൊരു ജ്യേഷ്ഠനായിട്ട് കണക്ക് കൂട്ടാം. നമ്മുടെ കുടുംബത്തിലെ അംഗമായിട്ട് തന്നെ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എപ്പോഴും കാണുന്ന ഒരാളാണ്. ഗൾഫിൽ നിന്ന് വന്നപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു. ഞാനൊരു പ്രവാസിയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രവാസം ജീവിതം നയിക്കുമ്പം നമ്മളെപ്പോഴും ആലോചിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിള്ളേരെയും മക്കളെയും ഭാര്യയും കാണാൻ വേണ്ടി ഗൾഫിൽ 2-3 പ്രാവശ്യം കടം ഉണ്ടായാലും കൊണ്ടുപോയി അവരൊക്കെ കാണേണ്ട സമയത്ത് കാണിക്കുകയും അവിടങ്ങളൊക്കെ കാണിച്ച്, കടം വന്നാലും കുഴപ്പമില്ല, എൻ്റെ മക്കളും ഭാര്യയും നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഒന്നും പ്രാബല്യത്തിലെത്തിയില്ല എന്നുള്ളതാണ്. എന്നാലും ഇത് ആരെങ്കിലും കണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം പാവപ്പെട്ട നമ്മളെ ഈ മനുഷ്യൻ റഹീം സാഹിബിന് ചെയ്താൽ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ പുണ്യമായിട്ട് മാറും. ഇവിടെയല്ലേ ഇവർ വളർന്നത് അല്ലേ? ഈ ഒരു വീട്ടിലല്ലേ ഇവര് ജനിച്ചതും വളർന്നതല്ലേ? ഉമ്മ ഇവിടെ തനിച്ചായിരുന്നു? ഉമ്മ ഒറ്റയ്ക്കായിരുന്നു. നല്ലൊരു ഉമ്മയായിരുന്നു. 85 നടക്കുന്നതിനും ഒരു കുഴപ്പമില്ല. അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു അസുഖങ്ങളും ഇല്ലായിരുന്നു. അവരൊറ്റയ്ക്കാണ് വെച്ച് കുടിച്ചുകൊണ്ടിരുന്നത്. നല്ലൊരു ഉമ്മയായിരുന്നു. കഴിഞ്ഞ മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് എവിടെ കല്ലിൽ അലക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് വേറെ അസുഖങ്ങളൊന്നും വലുതായിട്ടില്ലായിരുന്നു. ഈ പള്ളിയിൽ തന്നെ 40 കൊല്ലത്തോളം ഈ പള്ളിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും മഹത്വവും
വിശ്വാസമുള്ള ഒരു അങ്ങനെ സാധാരണഗതി അങ്ങനെ ഫ്രണ്ടിൽ അടക്കാറുണ്ടോ? അങ്ങനെ ഖബർ അടക്കാറുണ്ടോ? ഖബർ പള്ളിയിൽ വെച്ചിട്ടാണ് തന്നെ നടക്കുന്നത്. പള്ളിയുടെ ബാക്കിലല്ലേ സാധാരണ? അല്ല എല്ലായിടത്തും നടക്കും. പിന്നെ അതൊക്കെ ഇവിടുത്തെ ഒരാളും കൂടെ അല്ലേ, അപ്പോൾ അത് നമ്മൾ ചിലരൊക്കെ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളും കൂടെ നിന്നാണ് അടക്കിയത്. 4 പേരെയും ഒരുമിച്ച് ഒരിടത്ത് തന്നെയാണ് അടക്കി, അപ്പുറം. പള്ളിയിലെ സേവനം അനുഷ്ഠിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എപ്പോഴും ഒന്ന് കാണണമല്ലോ എല്ലാവർക്കും. അതിനുവേണ്ടി അത്രയും ബാങ്ക് വിളിച്ചു. ഇപ്പോഴും മാനസികമായിട്ട് ആ വിഷമം ഒന്നും മാറിയില്ല. പിന്നെ അങ്ങോട്ട് ഇങ്ങനെ പോകാതിരിക്കാൻ ഒക്കില്ലല്ലോ ഒരു മനുഷ്യന്. രണ്ടാമത്തെ പെങ്ങളെ മകനാണ്. നമ്മളൊക്കെ ഉമ്മയെ പറ്റിയൊക്കെ ഇവിടെ ഒത്തിരി പറയാം, നല്ല ആൾക്കാർ പറയുന്നുണ്ട് പബ്ലിക്ക്. ഉമ്മ ഈ പഞ്ചായത്തിലെ ഉമ്മയാണ്. അതെ, പഞ്ചായത്തിലെ ഉമ്മയാണ്. ഉമ്മയെ പറ്റി എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്. പിന്നെ ഈ പഞ്ചായത്തിലെ ഉമ്മയാണെന്ന് പറയുമ്പോൾ അറിയാം. അഫാനെ 6 വയസ്സ് വരെ വളർത്തിയതുവാ. അഫാനെ എടുത്ത് വളർത്തി എന്നുള്ള എല്ലാവരും പറയുന്നുണ്ട്. കാരണം ഇപ്പൊ ഇവിടെ പള്ളി പോകുന്നവരോടൊക്കെ ചോദിക്കുകയും പിന്നെ ബാപ്പായെ പറ്റി, റഹീംകാട് ബാപ്പായെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം പറയുന്നത്. 40 വർഷം പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നിന്നൊന്നും 40 കൂടുതലുണ്ട്. 40 കൂടുതൽ കവർ ഫ്രണ്ടില്ല, ആകെ 4 കവറേ ഉള്ളൂ. അത് ഈ ഒരു കവർ വാപ്പാരെ. ഈ ഒരു സഹോദരൻ എത്രാമത്തെ ആയിരുന്നു മരണപ്പെട്ട സഹോദരൻ? രണ്ടാമത്തെ. നേരെ ഇദ്ദേഹം അതെ, ആ ചെറുക്കനോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹം. പ്രസവം കഴിഞ്ഞ് 49 ദിവസം കഴിയുമ്പോഴാണ് എൻ്റെ ഉമ്മയെ കല്യാണം കഴിക്കുന്നത്. ഇപ്പൊ ഉമ്മായും വാപ്പായും കൂടെ എടുത്ത് അവരെ മൂത്ത മോനാണ്. ഇപ്പൊ എനിക്ക് സാധനമൊന്നുമില്ല, അവരെ മൂത്ത മോനായിട്ടാണ് റഹീമയെ കാണുന്നത്. ഇപ്പൊ ഞാനിപ്പോ രാവിലെ ഇറങ്ങിപ്പോയി, രാത്രി വന്നാലും എന്റെ ചോദിക്കില്ല നീ എവിടെ പോയെന്ന്. പുള്ളിരെ വിളിച്ചു ചോദിക്കും നീ എവിടെ കഴിക്കണം, ചോറ് തിന്ന. അവരെ മൂത്ത മോനായിട്ടാണ് കാണുന്നത്. ഇവിടെ ഉമ്മ തന്നെയായിരുന്നു അല്ലേ? അതിനുമ്പ് തന്നെ ആയി പോയത്? അങ്ങനെ ഇല്ല, ഒരു മക്കളെ വീട്ടിലും പോകില്ല. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതെങ്ങനെയെന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ 11 മക്കളെന്ന് പറഞ്ഞാൽ ചിലപ്പോ മക്കള് തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു മോളെ വീട്ടിലോ മോന്റെ വീട്ടിലോ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവര് വരൂല. ഇപ്പൊ എനിക്ക് വാപ്പ വെച്ച് 75 കൊല്ലം പഴക്കമുള്ള വീടാണിത്. ഞാൻ ഇവിടെ കിടന്ന എല്ലാ മക്കളും വരും, ചെറുമക്കളും വരും, എല്ലാരും വന്ന് കാണാൻ വരും. അതുകൊണ്ട് ഈ വീട് ഉമ്മാക്ക് വേണ്ടി വെച്ചതാ, ഈ മക്കള് തന്നെ വെച്ചതാ. ഇവിടെ കിടക്കത്തില്ല, അവിടെ കിടക്കും. അവരെ വാപ്പ വെച്ച് കൊടുത്തേണെന്ന് പറയും. അവിടെ കിടക്കുന്ന ഉദ്ദേശം മക്കള് ഇവിടെ വരില്ല. മറ്റുള്ളവർക്ക് വരാൻ തോന്നില്ല. ഞാൻ പറയണേ, അപ്പൊ ഒരു താഴെ അവർക്കായുള്ള ഒരു വീട്ടിൽ കിടക്കുമ്പോൾ ആർക്കാണെങ്കിലും എപ്പോഴെങ്കിലും വരാം. അവരെ യാതൊരു അസൗകര്യം ഇല്ലേ? ഇങ്ങനെ നമ്മുടെ ഇപ്പൊ പുതിയ വീടുകളൊക്കെ വെച്ച് നോക്കുമ്പോ എല്ലാം ഉണ്ട്. കുഴപ്പമില്ല, അതൊക്കെ മക്കള് ചെയ്ത് കൊടുക്കും. വെള്ളം തട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളം ടാപ്പൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഉണ്ടല്ലേ? എങ്ങനെ പേരെങ്ങനെയാ? എന്റെ പേര് ഷാജാൻ. അന്ന് ഇതിനകത്തൊന്നും ആരുമില്ല, താമസമില്ലായിരുന്നു. ഇതിനകത്ത് ആരുമില്ല. ഇത് ഉമ്മാക്ക് വെച്ച വീടല്ലേ, ഉമ്മ കയറാറില്ലേ. ഇപ്പൊ നിങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ടാ? ഇത് ഉമ്മാക്ക് കിടക്കാൻ വേണ്ടി വെച്ച വീടാ, വരൂല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.